ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ റമദാൻ മാസമൊക്കെ ആയി ഞാൻ അത്താഴത്തിന് എണീറ്റിരിക്കുകയാണ്. അപ്പോൾ റമദാൻ മാസമായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ വേഗം തഹജ്ജുദ് നിസ്കരിച്ചു പോയിട്ട് പിന്നെ നേരെ അടുക്കളയിൽ പോയി ഫുഡ് എന്തുണ്ടാക്കണമെന്നുള്ള തലേ ദിവസം അങ്ങനെ കാര്യമായി പ്ലാനൊന്നും ചെയ്തിരുന്നില്ല. കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ പോയി കിടന്നതാണ്. അപ്പോൾ ഏറ്റവും കംഫർട്ടായിട്ട് കഴിക്കാൻ പറ്റുന്നത് ദോശ ആയതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ ഒരു കട്ടൻ ഇട്ടു, ഒന്ന് ഉഷാറാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ നോർമൽ അരിപ്പൊടി കലക്കിയിട്ടുണ്ടാക്കുന്ന ദോശ, അതും കോഴിമുട്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് പോലെ അങ്ങനെ ചെയ്തതും കൂടിയാക്കി. അപ്പോൾ കോഴിമുട്ട പ്രോട്ടീനും ആണല്ലോ അങ്ങനെ. അപ്പോൾ കോഴിമുട്ട കറിയും പിന്നെ അതുപോലെ ദോശയായിരുന്നു. പിന്നെ കുറച്ച് പഴമായിരുന്നു, അപ്പോൾ അതും കൂടി പുഴുങ്ങി. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നിസ്കാരം ഖുർആനോദലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ എണീറ്റ് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഇതാ താറാവിനും കോഴികൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവരുടെ പരിപാടികളും പിന്നെ വീട്ടിൽ ബാക്കി ക്ലീനിങ്ങും അടിച്ചുവാരൽ തുടക്കൽ തിരുമ്പൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു 3 മണിയൊക്കെ ആവുന്ന സമയത്താണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. അങ്ങനെ ആദ്യം തന്നെ ചിക്കൻ കറി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ തലേ ദിവസം ചിക്കൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാനത് 3 പോർഷനാക്കി മാറ്റി വെച്ച്, ഒരു ദിവസം ചിക്കൻ കറി വെക്കാനുള്ളതും പിന്നെ നമുക്കിന്ന് സ്നാക്സിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ വേറൊരു ദിവസം ചിക്കൻ കറി വെക്കാനും കൂടിയിട്ട് അങ്ങനെ 3 പോർഷനാക്കി വെച്ച് കഴുകി ക്ലീൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ കറി വെക്കാം. പിന്നെ ഇന്ന് സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കട്ട്ലേറ്റും സമൂസയാണ്. അപ്പോൾ അതിന് രണ്ടും കൂടിയിട്ട് ഞാൻ ഇതുപോലെ ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പൊട്ടാറ്റോയും പിന്നെ അതുപോലെ തന്നെ ചിക്കനും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടണമായിരുന്നു. പക്ഷെ ഞാൻ മറന്നുപോയി തോന്നുന്നു ആ സമയത്ത് ഇടാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടോളൂ. അങ്ങനെ അത് അവിടെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും അതിൽ പൊട്ടാറ്റോ ഇടാറുണ്ട്, ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്. കറിക്ക് തിക്നെസ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ ചിക്കൻ കറിയിൽ കിടന്നിട്ട് അങ്ങനെ വെന്ത് വന്നിട്ടുള്ള പൊട്ടാറ്റോ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ കറി വെക്കുമ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ കിടന്ന് വേവുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം തക്കാളിയും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ ബാക്കി അങ്ങനെ കറിയിൽ കിടന്ന് അങ്ങനെ വേവുകയും ചെയ്യുമല്ലോ. ഇനി അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. നോർമലി നമ്മൾ ഇടുന്ന പൊടികളൊക്കെ തന്നെ ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു റോ സ്മെല്ലുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നേരെ ചിക്കൻ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ഹൈ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ മസർ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ വേഗം പോയി നിസ്കരിച്ച് വന്നു. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ കറിയുടെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പൊരിക്കടികൾ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂസയും പിന്നെ അതുപോലെ തന്നെ കട്ട്ലേറ്റുമാണ് നമ്മളിന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് തന്നെ മസാല ഉണ്ടാക്കുക. എന്നിട്ട് സമൂസയ്ക്കുള്ള മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ സമൂസ ഉണ്ടാക്കാം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുനുകുനാന്ന് അരിഞ്ഞിട്ട് ചോപ്പറിൽ ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്ത് കിട്ടുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുള്ള വലിയ ഉള്ളിയാണ്. പിന്നെ അതിലേക്ക് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ടേസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് വരാം. പിന്നെ ഞാൻ ഉപ്പ് വേറെ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ചിക്കൻ ക്യൂബിൻ്റെ ഉപ്പും ഉണ്ടാവും. പിന്നെ നമ്മൾ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ വേറെ എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ ക്യാരറ്റ് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒരു 1/2 പോർഷൻ ഉണ്ട്. അത്
അങ്ങനെ അതെല്ലാം കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് ഗ്രീൻ പീസും കൂടി വേവിച്ചിട്ട് ഇടണം വിചാരിച്ചിരുന്നു. പക്ഷേ ഗ്രീൻ പീസ് ഭയങ്കര കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ പിന്നെ ഞാൻ ഇട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഇടാം. ഇപ്പോൾ ചിലർക്ക് വെജിറ്റബിൾ മാത്രമായിട്ടുള്ള സമൂസ, കട്ട്ലേറ്റ് അങ്ങനെ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ചിക്കനും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലേവർ വരുമല്ലോ. അങ്ങനെ അതവിടെ വേവിക്കാൻ വെച്ചു. അപ്പോൾ പിന്നെ മോള് വന്ന് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവളുടെ വകയിൽ നിന്ന് വെള്ളം ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് എന്തായിരുന്നു, റൂഹഫ്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ക്യാരറ്റും കാര്യങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ഹാഫ് പോർഷൻ മാറ്റി വെച്ചിട്ട് ബാക്കി അതിലേക്ക് സ്മാഷ് ചെയ്തിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റിനുള്ളതായല്ലോ. ആ പൊട്ടാറ്റോയും കൂടി അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഞാൻ ഉപ്പും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല, എൻ്റെ ഒരു ഏകദേശം ലെവലിൽ അങ്ങനെ ഇട്ടതാണ്. പക്ഷേ ഓക്കെ ആയിരുന്നു. പൊതുവേ ഞാനങ്ങനെ കൈക്കണക്കിലാണ് ഇടുക, അപ്പോൾ പിന്നെ ആ ഒരു ഐഡിയയിൽ അങ്ങനെ ഇട്ടതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ പൊട്ടാറ്റോ വേവിക്കുന്ന സമയത്തൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ഈ ക്യാരറ്റൊന്നും വേവിക്കുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ 2 മിക്സും അവിടെ ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സേമിയ റവ ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് നെയ്യാണ് ഫസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ താത്താടെ അവിടെ നിന്നാണ് നെയ്യ്, കുറ്റിപ്പുറം ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്നാണ്. നല്ല അടിപൊളി ഫ്രഷ് ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ. ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ മുന്തിരി ഒന്ന് ആ നെയ്യിൽ വറുത്ത് കോരിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ഉണ്ടെങ്കിൽ വറുത്ത് കോരാം. പക്ഷേ നമ്മൾ ഷോപ്പിൽ വാങ്ങിക്കാൻ പോയ സമയത്ത് അണ്ടിപ്പരിപ്പ് കിട്ടിയില്ല, ഭയങ്കര തിരക്കാണ്. പിന്നെ വേറെ ഷോപ്പിലൊന്നും പോയില്ല, അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നും തോന്നിയില്ല. പിന്നെ അതിൽ തന്നെ നമ്മൾ റോസ്റ്റഡ് റവയാണ് വാങ്ങിച്ചത്. പക്ഷേ എന്നാലും ആ നെയ്യിലൊന്നും കൂടി ഒന്ന് ഫ്ലേവറിലൊന്നും വെന്തോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് റവയും റോസ്റ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സേമിയയും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഒരുമിച്ച് തന്നെ ചെയ്തത്. അങ്ങനെ വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വറുത്ത് മാറ്റിയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ നെയ്യ് അതുപോലെ നല്ല സീലൊക്കെ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നെയ്യ് എടുത്ത് ചെറിയുള്ളി കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഈ തരിക്കഞ്ഞി കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് അതിൽ നെയ്യിലിട്ടും നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് പാലൊഴിച്ച് കൊടുത്തു. പാലൊഴിച്ചിട്ട് പിന്നെ നമ്മൾ വറുത്ത് പോയിട്ടുള്ള സേമിയയും റവയും അതിലിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ 2-3 ഏലക്കായും കൂടിയിട്ട് പൊടിച്ചിട്ട് ചേർത്തിട്ടാണ് ഉള്ളത്. വേറെ പിന്നെ ഞാൻ അങ്ങനെ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ഒരു കുറച്ച് ഷുഗർ ഉള്ള ഒരു ലെവലിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കുടിച്ചു. പിന്നെ അപ്പോഴത്തേക്കും ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഇനി നമുക്ക് ഈ സ്നാക്സിൻ്റെ പരിപാടിയും കൂടി ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ മോൾക്ക് ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു ഇത് ചെയ്യുന്നത് കാണിച്ചു കൊടുത്തു. ബാക്കി പിന്നെ അവൾ തന്നെ ചെയ്തു. പിന്നെ ഞാൻ സമൂസേൻ്റെ ഫില്ലിങ്ങും വേഗം റെഡിയാക്കി. അതിൻ്റെ റോളിങ് ചിലപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, കട്ട്ലേറ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ഷേപ്പ് ആവണമെന്നില്ല. പക്ഷേ സമൂസ എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഫില്ലിങ്ങൊക്കെ പുറത്ത് വന്നിട്ട് ലെവലാവില്ല. പിന്നെ സമൂസ മടക്കുമ്പോൾ ഇതുപോലെ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, ചിലപ്പോൾ നമ്മൾ എത്ര മടക്കി കഴിഞ്ഞാലും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും. പിന്നെ അത് അങ്ങോട്ടാക്കി അങ്ങനെയൊക്കെ ഒരു ലെവലിൽ എല്ലാവർക്കും ഒരു 2 വീതം വെച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി ഒക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ഇങ്ങനെ തിരക്കായി. ബാങ്ക് ഇപ്പോൾ കൊടുക്കുമോ എന്നുള്ള ഒരു ഇതായി. 6:15 6:20 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സമൂസ പൊരിച്ചെടുത്തു. കട്ട്ലേറ്റ് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ഒരു പൊടി അങ്ങനെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം സമൂസ എടുത്തു. പിന്നെ അതിന് ശേഷം കട്ട്ലേറ്റും കൂടി പൊരിച്ചു. അങ്ങനെ അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ ചെയ്തത്. 2 ബാച്ചായിട്ട് സമോസ ഇട്ടു, 2 ബാച്ചായിട്ട് കട്ട്ലേറ്റ് ഇട്ടു, ഒരു 5 വീതം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്നാക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ സമയം കൊണ്ട് മോൾ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
മുസമ്പിയും പിന്നെ അതുപോലെ മുന്തിരി നമ്മൾ നേരത്തെ തന്നെ കഴുകാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും അവളൊരു പ്ലേറ്റിലാക്കി ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞാനപ്പോഴത്തേക്കും ഈ സ്നാക്സിൻ്റെ പരിപാടിയും കൂടി കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ കുറച്ച് ചെറുനാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട്. അതങ്ങനെ കുടിക്കാൻ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു റിലാക്സ് ആവും കുടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ക്ഷീണമൊക്കെ കുറവുണ്ടാകാറുണ്ട് അത് കുടിച്ച് കഴിഞ്ഞാൽ. അതിന് എന്തെങ്കിലും വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടോ അതെനിക്കറിയില്ല. ബട്ട് കുടിക്കുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള ഐറ്റംസ്. നാരങ്ങ വെള്ളം റൂഹ് ഉണ്ടായിരുന്നു, പിന്നെ തരിക്കഞ്ഞി നമ്മൾ പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കുടിച്ചത് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ മെയിൻ ഐറ്റം ഈത്തപ്പഴം, കാരക്ക, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നിസ്കാരവും ഓതലും പഠിക്കലും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഇതാ പത്തിരിയാണ് ഇന്ന് ചായക്ക് കടി ഉണ്ടായിരുന്നത്. ഡിന്നറായിട്ട് ചപ്പത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം ഉണ്ടാക്കി വെക്കും. മീൻസ് 2 ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കും. കാരണം നമ്മൾ വല്ലപ്പോഴല്ലേ പത്തിരി ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ 2 ദിവസത്തേക്ക് ഉണ്ടാക്കും. എന്നിട്ട് ഇതേപോലെ ഒരു ക്ലീൻ റാപ്പിൽ നന്നായിട്ട് മടക്കി ഇതാക്കിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യും ഫ്രിഡ്ജിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.